ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ പിറ്റേന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നേരെ നമ്മൾ കുടുംബ വീട്ടിലേക്കാണ്. ഏട്ടൻ്റെ കുടുംബ വീട്ടിൽ ഒരുപാട് ഇതൊക്കെ പറയാനുള്ളൊരു വീടാണ്, വിശേഷങ്ങളുള്ളൊരു വീടാണ് കേട്ടോ. അപ്പം നാട്ടിൽ മഴയെപ്പറ്റി പറയേണ്ടായിരുന്നു. നല്ല സൂപ്പർ മഴ. ഞങ്ങൾ നേരെ പോയത് ഇവിടെ ഉണ്ടായിരുന്ന നല്ല കമ്പനി ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം മോളുടെ ഫ്രണ്ടാണ് അവനുമായിട്ട് നല്ല കൂട്ടായിരുന്നു. ഒരു ഏജൊക്കെ ആയത് കാരണം അവർ നല്ല കമ്പനിയായിരുന്നു. എപ്പോഴും കൊച്ചപ്പൂസ് എന്ന് പറഞ്ഞിട്ട് അവൾ കുറേ ഇടക്കാരായിരുന്നു. അങ്ങനെ ഒരു കുട്ടിയാണ്. അത് ഭയങ്കര കാര്യമാണ്. പക്ഷേ ഇവരുടെ വീട് കായലിൻ്റെ കരയ്ക്കാണ് കേട്ടോ. ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാറിയാൽ കായലാണ്. അത് ഞങ്ങൾ പോയതുകൊണ്ട് നൈറ്റാണ് പോയത്. അത് കാരണം എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന രാത്രി ആയതുകൊണ്ട് പിന്നെ നേരം എടുത്ത് രാവിലെ ഇവിടെ പേരൂർ അമ്പലത്തിൽ ഞങ്ങൾ പോയി. കരിക്കോട് പേരൂർ അമ്പലമാണ് കേട്ടോ. ഞാൻ എപ്പോൾ പോയാലും അവിടെ പോകാറുണ്ട്. എല്ലാവർക്കും ചിരടൊക്കെ ചോദിച്ചുകൊണ്ട് വന്നു. ഇനി ഇതാണ് എൻ്റെ ചേട്ടൻ ജനിച്ചു വളർന്ന വീട് നാടൊക്കെ. ഏട്ടൻ പരിചയപ്പെട്ട നാൾ മുതൽ പറയുന്നതാണ് കേട്ടോ ഈ വീടിനെ പറ്റി. ഈ വീടും വീട്ടുകാരെ പറ്റിയൊക്കെ ഒരുപാട് പറയുമായിരുന്നു. ആ സമയത്തൊക്കെ എപ്പോഴും പറയാൻ ഇവരെ പറ്റിയിട്ട് മാത്രമേ ഉള്ളായിരുന്നു. രണ്ട് കുഞ്ഞമ്മമാരെ പറ്റിയും ഒക്കെയാണ് പറയുന്നത്. അത് ഇതാണ് രണ്ടാമത്തെ കുഞ്ഞമ്മ കേട്ടോ. അപ്പം ഈ വീടെന്ന് പറഞ്ഞാൽ 45 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ ഏട്ടൻ പറഞ്ഞു. ഏട്ടനൊക്കെ ജനിച്ചതും വളർന്നതെല്ലാം ഈ ഒരു വീട്ടിലാണ്. അപ്പോഴും ഈ ഒരു കബോർഡ് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോൾ കുട്ടികൾ ചെന്നാലും ഈ ഒരു കബോർഡ് ഈ കബോർഡ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഓപ്പൺ ചെയ്തില്ല. ഇവർ ചേട്ടനും അനിയത്തിയും രണ്ടാമത്തെ അനിയനും ഏറ്റവും കുഞ്ഞുങ്ങളുടെ മുളൊക്കെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ടോയ്സ് ഡോളെല്ലാം ഇപ്പോഴും കവറിലിട്ട് അതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലിയർ ആവുന്നില്ല ഞാൻ വെളിയിൽ നിന്നുള്ള. ഇത് മോള് ഭയങ്കര ഡെക്കറേഷനാണ്. ഇളയ കുഞ്ഞമ്മയുടെ മോള് ഡെക്കറേഷനും കാര്യങ്ങളും വർക്കിങ്ങൊക്കെ ഭയങ്കര ഉണ്ട്. ഇവളാണത് കേട്ടോ. ഇവളാണ് എല്ലാം ചെയ്തു വെക്കുന്നത്. ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ അവർ വലുതായിട്ടൊന്നും ഒരു പണിയിനകത്ത് ചെയ്തിട്ടില്ല. അതങ്ങനെ കിടക്കണം. ഇപ്പം പറയുന്നുണ്ട് അതൊക്കെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് പൊളിക്കുന്നതിന് മുമ്പ് ഏട്ടൻ്റെ ഓർമ്മകളുള്ളൊരു വീടല്ലേ. അപ്പോൾ ഇതാണ് അനിയൻ്റെ കുഞ്ഞാണ് കേട്ടോ. അവൾ സ്കൂളിൽ പോയിട്ട് വരികയാണ്. അവൾ നഴ്സറി പഠിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഇതൊക്കെയുള്ള വീടല്ലേ, എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് ചോദിച്ചാൽ ഈ ഒരു റൂമെന്ന് പറഞ്ഞാൽ ഏട്ടൻ പറയുന്നേക്കാം ഏട്ടൻ്റെ അച്ഛൻ, അതല്ല അമ്മയുടെ അച്ഛൻ കിടന്ന റൂമായിരുന്നു. പിന്നെ ഒരു മാമനുണ്ടായിരുന്നു, 2 മാമന്മാരുണ്ടായിരുന്നു. ഒരു മാമൻ ആ റൂമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അനിയൻ്റെ ആയി. പിന്നെ ഞങ്ങളിപ്പോൾ വല്ലപ്പോഴും ചെയ്യുമ്പോൾ മാത്രമാണ് ആ റൂം ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഒന്നും ഇവർ മാറ്റിയിട്ടില്ല. കഥകളൊക്കെ എല്ലാം ഒരുമാതിരി ആയിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും മാറ്റിയിട്ടില്ല. ഈ ഡോളൊക്കെ ഉണ്ട്. ആ മോള് കളിച്ച ഡോളാണ്. ഒന്നും മാറ്റി എപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ട് കവർന്നത്തിട്ട് അങ്ങനെയല്ലേ. ഏട്ടൻ പിന്നെ ചെറുതുടനെ അവിടെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രാവിലെ ഇവിടെ പോകുന്നുണ്ട് ഒരുങ്ങി. അപ്പോൾ ഇവിടുത്തെ ഒരു അലമാരയുണ്ട്, ചെറിയൊരു അലമാര. കുഞ്ഞ് 2 സൈഡിലായിട്ട് ഓരോ റൂമിനകത്തും ഓരോ ചെറിയൊരു കബോർഡ് പോലെ ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. പണ്ട് അതൊക്കെ ഇപ്പോഴും അതുപോലെ ഉണ്ടെന്നുള്ളതാണ്. അവരതൊന്നും മാറ്റിയിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കേട്ടോ ഇത്രയും നാളായിട്ട്. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞത് കാരണം നേരത്തെ അവിടെ ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ ചെറുന്ന വീട് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആരുമില്ല. ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി താമസിച്ചു. ഇപ്പോൾ ഏറ്റവും കുഞ്ഞമ്മയും മോളും ചുറ്റും മാത്രമാണ് ഈ വീടിന് 8-9 മുറിയുണ്ട് കേട്ടോ. പക്ഷേ ആൾക്കാരൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ ഫാനിൻ്റെ കാര്യങ്ങളൊക്കെ ഏട്ടൻ പറയുന്നത് വെച്ചാൽ എല്ലാം 45 വർഷത്തോളം പഴക്കമുള്ള 1-2 ഫാൻ എങ്ങാണ്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇപ്പോഴും അതൊക്കെ തന്നെ വെച്ചാൽ അതായത് അച്ചാച്ച അന്ന് മേടിച്ചിട്ടിരുന്ന ഫാൻ തന്നെയാണ് ഇപ്പോഴും അവിടെ കിടക്കുന്നതാണ്. അത്രയും ക്വാളിറ്റിയാണ് ഏട്ടൻ പറയുന്നത്. അത്രയും കമ്പനിയൊക്കെ പണ്ടത്തെ ഫാനൊക്കെ ആണെങ്കിൽ അങ്ങനെ നിൽക്കുമെന്നൊക്കെ ഏട്ടൻ പറഞ്ഞു എപ്പോഴും. പിന്നെ ചിറ്റമ്മ കൂടുതലും കിച്ചണിൽ അടുപ്പിലാണ് പാചകമൊക്കെ കേട്ടോ. അതൊരു ചെറിയ സ്റ്റോർ റൂമാണ്. അത് നിറച്ച് സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴും കാണും ഗ്രോസറി ഐറ്റംസൊക്കെ നിറച്ച് അവിടെ. അങ്ങനെ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല തണുപ്പാണ്. ഏത് ചൂട് സമയത്ത് അവിടെ ചെന്ന് നിന്നാൽ നല്ല ചൂടി. ആ ഒരു റൂമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ കിടന്നെന്ന് പറഞ്ഞാൽ ആ റൂമിൽ എപ്പോഴും നല്ല ക്ലൈമറ്റ് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു. പിന്നെ ഇതാണെങ്കിൽ ഞങ്ങളുടെ അനിയൻ്റെ മോളാണ്. അവൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് വിളിക്കുക. കൺമണിയാണ് ഞങ്ങളുടെ കേട്ടോ. കൺമണി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അവളെയും ഞങ്ങൾ പിന്നെ കൂട്ടത്തിലങ്ങ് എടുത്ത് ഞങ്ങൾ വന്നതുകൊണ്ട് നേരെ സ്കൂളിൽ വിട്ടിട്ട് അങ്ങോട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്മ ട്രിവാൻഡ്രത്ത് അനിയത്തിയുടെ കൂടായിരുന്നു. പിന്നെ അവളെ അമ്മയും വിളിച്ച് വന്ന് ഞങ്ങൾ പിന്നെ കുട്ടികളായിട്ട് ബീച്ചിലൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി. അപ്പോഴത്തേനും ഞങ്ങൾക്ക് തിരിച്ചു വരാനും സമയമായിട്ടുണ്ടായിരുന്നു. അമ്മ എല്ലാം നൈറ്റായത് കാരണം ഞങ്ങൾക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. നേരെ ഞങ്ങൾ പിന്നെ ട്രിവാൻഡ്രത്തും
ട്രിവാൻഡ്രത്തൊക്കെ പോയി അമ്മയെ കൂട്ടാനായിട്ടുള്ള പോക്കാണ് കേട്ടോ. അങ്ങനെ ട്രിവാൻഡ്രത്ത് ചെന്നു. ട്രിവാൻഡ്രത്ത് ലുലു മാൾ ഞാൻ കയറിയിട്ടില്ല, പക്ഷേ കഴിഞ്ഞ തവണയും പോയപ്പം കയറണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഞങ്ങൾ കയറിയില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കണ്ടിങ്ങി പോരുന്നു. ഇപ്രാവശ്യം എന്തായാലും ഇനി പോകുമ്പോൾ ഒന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്ര നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്കത് പോകാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം പോകുമ്പോഴും വിചാരിക്കും കയറണം നടന്നില്ല. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾ എന്തെങ്കിലും ഭയങ്കര എന്താ പറയുക, കുട്ടികൾ അപ്പോൾ കുട്ടികൾ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അമ്മയും കുട്ടി വന്നേല്ലേ, എന്നാൽ പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങ് പോരാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം വന്നെന്നാ ഞങ്ങൾക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ നൈറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ എന്ന് വെച്ചാൽ മഴയായിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ ആകപ്പാടെ 7-8 ദിവസം നിന്നോട്ടുള്ളെങ്കിലും കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ആരെയും കാണാനും ഒന്നും പറ്റില്ല. വല്ലാത്തൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ ഈ പ്രാവശ്യത്തത്. എല്ലാം കൂടുതൽ നൈറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് പറ്റിയത്. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്മയും കൂട്ടി തിരിച്ചു വന്ന സമയത്ത് എല്ലാവർക്കും വിശപ്പൊക്കെ ആയി. അപ്പോൾ പിന്നെ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് കുഴിമന്തി കഴിക്കുകയാണെന്നുള്ള ഇത് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആഗ്രഹം പറഞ്ഞ് കുഴിമന്തി കഴിക്കണമെന്ന്. പക്ഷേ എല്ലാവർക്കും ഒരു മന്തി തന്നെ മേടിച്ചപ്പോൾ തന്നെ എല്ലാവരും അയ്യോ പെട്ട്. അങ്ങനെ എല്ലാവരും ആഹ് പടിടലായിട്ട് ഒരെണ്ണം തന്നെ തിന്നാൻ വയ്യായിരുന്നു. എങ്കിലും അപ്പം ഹാപ്പി.